ഇടുക്കിയിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഉപ്പുതറ കൽത്തൊട്ടി സ്വദേശികളായ ജോസഫ്, റോയി, പൂപ്പാറ സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അനധികൃത പാറമടകളിലേക്കാണ് ഇവ എത്തിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇടുക്കിയിൽ മതിയായ രേഖകളില്ലാതെ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഈരാറ്റുപേട്ട സ്വദേശി ഷിബിലി, ഇയാൾക്ക് സ്ഫോടക വസ്തുക്കൾ നൽകിയ മുഹമ്മദ് ഫാസിൽ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ 3 പേരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം വണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഷിബിലിയുടെ ജീപ്പിൽ നിന്ന് 300 ഡിറ്റനേറ്ററുകളും 200 ജെലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെടുത്തത്. ഈരാറ്റുപേട്ട നടക്കലിലെ ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ 8701 ഡിറ്റനേറ്ററുകളും 2604 ജെലാറ്റിൻ സ്റ്റിക്കുകളും അടക്കം വൻ ശേഖരം പിടികൂടിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ജില്ലയിൽ 15 ഇടങ്ങളിലോളം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ വിപുലമായ അന്വേഷണം നടന്നു വരികയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധനയും നടത്തി. 14 കേസുകളും രജിസ്റ്റർ ചെയ്തു. ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, റിസോർട്ടുകൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ലഹരി മാഫിയയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഡി ഹണ്ട് ഓപ്പറേഷനിൽ ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടിയാണ് ലഹരി മരുന്ന് മാഫിയക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഇന്നലെയും ശക്തമായ റെയ്ഡുകൾ പലയിടത്തും ജില്ലയിൽ ഒട്ടാകെ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. 15ഓളം കേസുകൾ നമ്മൾ ഇന്നലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ശക്തമായ നടപടികൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ ഡിവൈഎസ്പിമാർ, SHOമാർ, കെനൈൻ സ്ക്വാഡ്, ലഹരി വിരുദ്ധ സാൻഡാഫ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പരിശോധനകൾ നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത് 6 പേരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി.